അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ഹൃദയാഘാതം. അപ്പോളോ ആശുപത്രി രാത്രിയോടെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് വിവരമുള്ളത്. പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചതും. ഹൃദയാഘാതത്തെ തുടർന്ന് വാർഡിൽ ചികിത്സയിലായിരുന്ന ജയലളിതയെ വീണ്ടും ICUവിലേക്ക് മാറ്റി. തമിഴ്നാട്ടിൽ കേന്ദ്രസേനയെ വിന്യസിച്ചേക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വിവരങ്ങൾ ആരാഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തമിഴ്നാട് ഗവർണറോട് ടെലിഫോണിൽ സംസാരിച്ചു. ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ അപ്പോളോ ആശുപത്രി നൽകിയത്. പക്ഷേ അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ കനത്ത ജനമാണ് തടിച്ചുകൂടിയത്. എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്? അജിംഷാദ്, എന്തായാലും സ്ഥിതി വളരെ ഗൗരവമായാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അപ്പോളോ ആശുപത്രി അധികൃതർ നൽകിയ വാർത്താക്കുറിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തന്നെ നേരിട്ട് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിശദീകരണം അപ്പോളോ ആശുപത്രി അധികൃതരോടും അതോടൊപ്പം സർക്കാരിനോടും വിശദീകരണം തേടിയിരിക്കുന്നത്. ഇതിലും കേന്ദ്രത്തിന് ലഭിച്ച മറുപടി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തുടരുന്നു എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ വിവരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഗവർണറും അതോടൊപ്പം തമിഴ്നാട് സർക്കാരും അർദ്ധസൈനിക വിഭാഗങ്ങളെ കൂടി ഈ സംസ്ഥാനത്തേക്ക് വിന്യസിക്കണമെന്നും ക്രമസമാധാന നില സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും മറുപടി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അർദ്ധസൈനിക വിഭാഗത്തെ കൂടി തമിഴ്നാട്ടിലേക്ക് വിന്യസിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് മുൻപേ വന്നിരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും കേന്ദ്ര ആരോഗ്യമന്ത്രി അന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ടിരുന്നു. അന്ന് ഈ അപ്പോളോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഈ ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഇക്കാര്യത്തിൽ ബന്ധപ്പെടുകയും അർദ്ധസൈനിക വിഭാഗത്തെ കൂടി ഈ തമിഴ്നാട്ടിലേക്ക് വിന്യസിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നാണ് അറിയുന്നത്. നിലവിൽ എന്തായാലും അപ്പോളോ അധികൃതരും അതോടൊപ്പം ഗവർണറുമായി ബന്ധപ്പെട്ടപ്പോൾ പോലും കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന മറുപടിയും ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശം എന്ന് തന്നെയാണ്. അജിംഷാ, ശരി. മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജയലളിതയ്ക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് വീണ്ടും ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സ്ഥിതിവിശേഷങ്ങൾ തമിഴ്നാട്ടിലെ സംബന്ധിച്ച് അന്വേഷിച്ചു എന്നത് സംഭവം ഗുരുതരമാണ് എന്ന അവസ്ഥ സംജാതമാക്കുകയാണ്. ഇതൊക്കെയാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്. ISLൽ മിന്നുന്ന ജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ. ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കീഴടക്കിയത്. സെമിയിൽ ഡൽഹിയാണ് എതിരാളികൾ. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അനുകൂലമായി നബാർഡിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നബാർഡിന്റെ റിപ്പോർട്ട് നാളെ ജില്ലാ സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. സഹകരണ ബാങ്കുകൾ KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കുന്നത്. എന്നാൽ ഇതിന് കടകവിരുദ്ധമാണ് നബാർഡിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ സഹകരണ ബാങ്കുകൾ ഈ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും. KYC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നബാർഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ KYC മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, HDFC, കാനറ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങി 13 ബാങ്കുകൾക്ക് നേരത്തെ റിസർവ് ബാങ്ക് പിഴ ചുമത്തിയിരുന്നു. ഈ ബാങ്കുകൾക്ക് ഇടപാടുകൾ നടത്താൻ അനുമതി നൽകുകയും KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നതിലെ അനൗചിത്യം ജില്ലാ സഹകരണ ബാങ്കുകൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടും. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ നൽകിയ ഹർജി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബാങ്കുകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ഹാജരാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദി സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധി ഉടൻ തീരില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ട്രഷറികളുടെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാവാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മോഡി സൃഷ്ടിച്ച പ്രതിസന്ധി അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇതിന് 6-7 മാസം പിടിക്കുന്നു സാധാരണ നില വരാനായിട്ട്. എന്തൊരു ഭ്രാന്താണ് ഈ ചെയ്തിരിക്കുന്നത്. എലിയെ കൊല്ലാൻ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. മറികടക്കാനൊന്നും സംസ്ഥാന സർക്കാരിനെ കൊണ്ടാവത്തില്ല. ഈ നോട്ടച്ചടിക്ക് അനുവാദം തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നോക്കാം. അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണ്.
പുതിയ 50 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ അച്ചടിക്കാനൊരുങ്ങി റിസർവ് ബാങ്ക്. പഴയ നോട്ടുകൾ പിൻവലിക്കില്ലെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അവ തുടർന്നും ഉപയോഗിക്കാം. നേരിയ മാറ്റങ്ങൾ മാത്രമാവും പുതിയ നോട്ടുകൾക്കുണ്ടാവുകയെന്നും സൂചനയുണ്ട്. നേരത്തെ അസാധുവാക്കിയ 500 പകരം പുതിയ 500 രൂപയുടെ നോട്ടുകൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരുന്നു. കൊച്ചിയിലേക്ക് 59 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയതായി സംശയം. ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ പേരിൽ പണമെത്തിയത് ബൾഗേറിയയിൽ നിന്നാണ്. കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ അക്കൗണ്ടിലേക്കാണ് കോടികളെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ കയറ്റുമതി രേഖകൾ വ്യാജമെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ജോസ് ജോർജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നാൽ എത്തിയത് കള്ളപ്പണമല്ലെന്നും ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പണമാണ് എത്തിയതെന്നും ജോസ് ജോർജ് പ്രതികരിച്ചു. ഡിസംബർ 6 പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനം വകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. DIG സ്പർജൻ കുമാർ IPS ആണ് സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത്. ഡിസംബർ 6 പശ്ചാത്തലത്തിലും ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിനാലും സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. 2500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി നിയമിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സന്നിധാനം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. DIG സ്പർജൻ കുമാറാണ് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബാക്കി പമ്പായാലും സന്നിധാനം, എക്സ്പ്രസ് മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷിത ശക്തമായ സെക്യൂരിറ്റി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫോറസ്റ്റ്, ബോംബ് സ്ക്വാഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 ടീമായി വനത്തിനകത്തും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 360 കിലോ സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം ശബരിമല ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിലുമടക്കം പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. 60ാം സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് മുന്നേറ്റം. 2ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 12 സ്വർണവും 15 വെള്ളിയും അടക്കം 113 പോയിന്റുമായി എറണാകുളം മുന്നിലാണ്. 12 സ്വർണവും 8 വെള്ളിയും അടക്കം 92 പോയിന്റോടെ പാലക്കാട് 2ാം സ്ഥാനത്തുണ്ട്. 36 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനത്താണ്. ചാമ്പ്യൻ സ്കൂളിനായുള്ള പോരാട്ടത്തിൽ 61 പോയിന്റുമായി മാർബേസിൽ സ്കൂൾ 1ാം സ്ഥാനത്തും 42 പോയിന്റുമായി പാലക്കാട് കല്ലടി സ്കൂൾ 2ാം സ്ഥാനത്തുമാണ്. 2 ദിനത്തിൽ 8 മീറ്റർ റെക്കോർഡുകളാണ് മേളയിൽ പിറന്നത്.